പാണക്കാടുണ്ടായ മണ്ണിടിച്ചിലിൻ്റെ ഭീതി ഇപ്പോഴും നമ്മളിൽ നിന്ന് മാറി നിന്നിട്ടില്ല. ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ എടയൂർ പഞ്ചായത്തിലെ പാലേപ്പറമ്പ് പ്രദേശത്താണ്. ഞാൻ ഈ നിൽക്കുന്ന ഈ കുന്ന് ഇടിച്ച് നിരത്തിയിട്ടുള്ളതാണ്. ഏത് നിമിഷവും ഈ നിരത്തിയ മണ്ണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വിണ്ടിങ്ങനെ കിടക്കുന്നുണ്ട്. ഏകദേശം 200 മീറ്ററോളം നീളത്തിലിങ്ങനെ ഈ മണ്ണ് വിണ്ട് കിടക്കുന്നുണ്ട്. ഇതിന് താഴത്തെ പ്രദേശത്ത് 40-ൽ കൂടുതൽ കുടുംബങ്ങളുണ്ട്, 40ഓളം വീടുകളുണ്ട്. അവർക്കൊക്കെ ഭീഷണിയായി നിൽക്കുന്നത് ഈ കൂട്ടിയിട്ടിരിക്കുന്ന ഈ മണ്ണാണ്. ഏത് നിമിഷവും കനത്ത മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മണ്ണിടിഞ്ഞ് വലിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രദേശത്തെ തൊട്ടടുത്ത് വീടുള്ള ഒരു കുട്ടി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയ ആശങ്കയാണ്. അതെ, ഇവിടെ ഒരു 10-12 മണിയായി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും, അതായത് കുടുംബത്തിലുള്ള പെരേക്ക് പോവാണ് രാത്രി. അത് ഇപ്പാരെയും മാരെയും വല്ലവരും വിളിച്ച് നമ്മൾ പോവാണ്. എന്താ വെച്ചാൽ വയ്യാത്തവരുണ്ട്, കുട്ടികളുണ്ട്. ഓരോ 10-11 മണിക്ക് നമ്മൾ 12 മണിക്കൊക്കെ വിളിച്ച് എണീപ്പിച്ചിട്ടാണ് നമ്മൾ പോണത് അതായത് കുടുംബത്തേക്ക്. അതുകൊണ്ട് ആകെ ഇവിടെ ഇത് എന്തായാലും പൊട്ടുന്നുള്ള ഉറപ്പ്. അതിൻ്റെ അടിയിൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ 100% ഉറപ്പ് അത് പൊട്ടുന്നുള്ളത്. അത് തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, വിള്ളൽ ഇങ്ങനെ വലിയ രീതിയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. വെള്ളം ഇനി ഇതിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ, അതായത് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് ഇടിയാനുള്ള സാധ്യത കൂടുതലാണ്. പഞ്ചായത്ത് ഭാരവാഹികൾ ഉൾപ്പെടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. 40-ൽ കൂടുതൽ കുടുംബങ്ങൾ തൊട്ട് താഴെയുണ്ട്. ഒരു കനത്ത മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മണ്ണെല്ലാം അടിയിലേക്ക് പൊട്ടി വീഴും. യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഭവിഷ്യത്ത് ഇവിടെ അനുഭവിക്കാൻ പോവാണ്. ഇന്നലെ മിനിഞ്ഞാന്നത്തെ മഴക്കാണ് ഇത് ഇങ്ങനെ ഈ രൂപത്തിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും വന്നു. ഇന്നലെ ജിയോളജിസ്റ്റും തഹസിൽദാറൊക്കെ വന്നിരുന്നു. അതിനുള്ള നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ അതിൻ്റെ ഓണറോട് ദാർപ്പായ അതിൻ്റെ മേലിട്ടിട്ട് വെള്ളം മേലെ ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ വെറുതെ 4 അയാൾ ഇട്ടുകൊണ്ട് അയാൾ തടിയെടുത്തേക്കാണ്. ഈ പഞ്ചായത്തിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ജിയോളജി വകുപ്പിന്നോ ഇവർ അനുമതി തേടിയിട്ടുണ്ടോ? പഞ്ചായത്തു നിന്നും ജിയോളജി വകുപ്പിൽ നിന്നും ഇതിന് യാതൊരു അനുമതി ഉണ്ടായില്ല. ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല. ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കോറി കരിങ്കല്ല് അടിക്കാനുള്ള ആവശ്യത്തിലേക്ക് കോറി നടക്കുന്നുണ്ടെന്ന് പരാതി വന്നതിന് ശേഷം അത് പോലീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇതനുസരിച്ച് അത് സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ അതിന് ശേഷം ഇവിടെ ഇങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരറിവുമില്ല. ഇപ്പോൾ ഈ മഴ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലുണ്ടായ മഴയിലാണ് ഇത്തരത്തിലുള്ളൊരു വിള്ളലുകൾ വന്ന് ഒരുപാട് മണ്ണ് താഴോട്ട് ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ വിള്ളൽ വന്ന സ്ഥിതി ഇത് പെട്ടെന്ന് നല്ലൊരു മഴ പെയ്താൽ ഒന്നിച്ച് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇതേടെ താമസക്കാർക്കൊക്കെ വല്ല ബുദ്ധിമുട്ട്, വീടുകൾക്കൊക്കെ അപകടം സംഭവിക്കും. 10-40 വീടുകൾ അവിടെ ഉണ്ട്. അതിൽ 100-150ഓളം ആളുകൾ താമസക്കാരാണ്. അപ്പോൾ അവരിപ്പോൾ താൽക്കാലികമായിട്ട് ഇന്നലെ വില്ലേജ് ഓഫീസർ വന്നിട്ട് പിന്നെ രാത്രി കാലങ്ങളിൽ സൂക്ഷിക്കണം, പിന്നെ കുടുംബ വീടുകൾക്ക് താമസം മാറ്റണമെന്ന് നോട്ടീസ് കൊടുത്തു. അതല്ല പിന്നെ അവർക്ക് ഇനി വേറെ ക്യാമ്പ് സംഘടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ GLP സ്കൂളിൽ നമ്മുടെ വടക്കമ്പുറം ഗവൺമെൻറ് LP സ്കൂളുണ്ട്, സജ്ജാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും പ്രസിഡന്റ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് മാറ്റി പാർപ്പിക്കണം എന്നുള്ളതാണ് പ്രധാന ആവശ്യം. അതെ, ഇന്നലെ വില്ലേജ് ഓഫീസർ വന്നിട്ട് നമ്മൾ നോട്ടീസ് ഓരോ കുടുംബത്തിനും കൊടുത്തു. നമ്മൾ ക്യാമ്പ് നമ്മൾ GLP സ്കൂളിൽ മാറ്റണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ്. പക്ഷേ ഇന്നലെ ഒരു മഴ കുറവായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ എന്നിരുന്നാലും നമുക്ക് ഇത് മാറ്റേണ്ട ഒരു നടപടി ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്ക് ഈ മണ്ണ് നിർബന്ധമായിട്ട് ഇത് മുഴുവൻ മാറ്റേണ്ട ഒരു സാഹചര്യത്തിലാണ്. ഈ മണ്ണ് തൊട്ട് കഴിഞ്ഞാലും പ്രശ്നം അല്ലെ, തൊട്ട് കഴിഞ്ഞാൽ അതേ. അപ്പോൾ ഇപ്പോൾ പൊട്ടുന്നതിന് ഇപ്പോൾ അന്ന് പറഞ്ഞ ജിയോളജി പറഞ്ഞത് പിന്നെ കൃത്യമായിട്ട് പിന്നെ ഷീറ്റ് ഇട്ടിട്ട് വെള്ളം പുറത്തേക്ക് ഒഴിവാക്കാനാണ്. ആ ഒരു നടപടി പോലും ഈ ഇതിൻ്റെ ഉണവ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് തക്കതായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ വിള്ളലുകൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം, വലിയ വിള്ളലുകളാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ മണ്ണ് ഏകദേശം പാടെ താഴത്തേക്ക് ഇറങ്ങും, വലിയ അപകടമുണ്ടാവും. അതിന് ഇന്നലെ ഇവിടെ എത്തിയ ജിയോളജി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറഞ്ഞത് ഇതുപോലെ ഡാർപ്പായ ഷീറ്റുകൾ വലിയ തോതിൽ സ്ലോപ്പ് ചെയ്ത് പുറത്തേക്ക് ഇടണം, എങ്കിൽ മാത്രമേ വെള്ളം ഈ വിള്ളലിലേക്ക് ഇറങ്ങാതെ പുറത്തേക്ക് പോവുകയുള്ളൂ. പക്ഷേ ഈ ഉടമ കൽപ്പകഞ്ചേരി സ്വദേശിയായിട്ടുള്ള ഈ ഭൂമിയുടെ ഉടമ ചെയ്ത സ്ഥിതിയാണിത്. അതായത് ചെറിയ ഭാഗത്ത് മാത്രം 4 ഷീറ്റ് ഇട്ടുകൊണ്ട് ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു വെച്ചു എന്നല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടില്ല. ഈ 4 ഷീറ്റ് നമുക്ക് എണ്ണിയാൽ കാണാം, 4-5 ഷീറ്റ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അതും പൂർണ്ണമായി ശാശ്വതമായ രീതിയിലല്ല ഇട്ടിട്ടുള്ളത് എന്നുള്ളത് കൂടി കാണാം. കാരണം ഈ ഷീറ്റ് മുകളിൽ നിന്ന് താഴത്തേക്ക് സ്ലോപ്പായിട്ടാണ്
ഇട്ടാൽ മാത്രമേ ഈ വിള്ളലിലേക്ക് വെള്ളം ഇറങ്ങാതെ വെള്ളം പുറത്തേക്ക് പോവുകയുള്ളൂ. പക്ഷേ അതിന് പോലും ഈ ഉടമ തയ്യാറായിട്ടില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. കനത്ത മഴ പെയ്താൽ ഏത് നിമിഷവും ഈ കാണുന്ന മണ്ണ് ഈ ഭാഗം മുഴുവൻ ഇടിഞ്ഞ് ഈ കുന്നിടിഞ്ഞ് താഴത്തേക്ക് പതിക്കും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. കളക്ടറോട് ഉൾപ്പെടെ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പഞ്ചായത്ത് പറയുന്നത്. ഉടനടി നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്കും ആവശ്യപ്പെടാനുള്ളത്. ഷെഫീഖ് കർലായിക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.